Elite Kerala Premier League match number 90. It's Golden Threads FC versus Kerala State Electricity Board. Golden Threadsum KSCBയും തമ്മിലുള്ള വാശിയേറിയൊരു മത്സരത്തിലേക്ക് പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരി കടക്കുമ്പോൾ കേരള പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു മാച്ചിലാണ് നമ്മളുള്ളത്. ഈ ഒരു ഗോൾഡൻ ത്രെഡ്സിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുമ്പോൾ ഒരു വിജയം അനിവാര്യമാണ്, 3 പോയിന്റുകൾ അനിവാര്യമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അവിടെ മനസ്സകങ്ങളിലേക്ക് എടുത്തു തന്നെയായിരിക്കും. എന്തായാലും ഈ 11 താരങ്ങളും ഒരേ മനസ്സോടെ കളിക്കുകയെസ് ഓഫ് കേരള പ്രീമിയർ ലീഗിന്റെ ആ ഒരു കോമ്പറ്റിറ്റീവ്നെസ് എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുകയാണ്. നല്ല ഒന്നാം തരം ഒരു ഡെലിവറി, ഒരു അടിപൊളി ഷോട്ടും അൽകേഷിന്റെ ഭാഗത്തു നിന്ന് ഒരു തീപാറും സേവും നമ്മൾ കണ്ടു. ഇത്തവണ പെനാൽറ്റി ഏരിയയിൽ വീണ്ടും KSCB. ആൻഡ് ഇതിനു വേണ്ടിയാണ് KSCB കാത്തിരുന്നത്. ഷിനുവിന്റെ ഒരു തട്ട് തകർപ്പൻ ഫിനിഷിൽ ഒരു സുന്ദര ഗോൾ. ആൻഡ് വീണ്ടും സ്ക്വയർ പാസ്. ആകാശിൽ നിന്ന് വീണ്ടും ബ്രിജിത്ത്, അവിടെ നിന്ന് ഫോർവേഡ് ലൈനിലേക്കാണ് ബോൾ കൊടുക്കുന്നത്. ജേക്കബ് വെയിറ്റിംഗ് ആണ്. പെനാൽറ്റി ഏരിയയിൽ നല്ലൊരു ഡെലിവറി. ആൻഡ് ഗോൾഡൻ ത്രെഡ്സ് FC അവരുടെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സ്വർണ്ണ നൂലുകൾ ഇഴ പിരിയാത്ത പോലെ തന്നെ അവർ കൂടിച്ചേർന്ന് തന്നെ നിൽക്കുന്നു. 24-ാം മിനിറ്റിൽ സ്റ്റെവിൻ അവർക്കായുള്ള ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു. അകത്തേക്ക് ഒന്നാം പകുതി അവസാനിക്കുന്നു. ആദ്യ 45 മിനിറ്റുകളിൽ 2 നല്ല ഗോളുകൾ. രണ്ടാം പകുതിയുടെ മത്സരത്തിന് ആവേശത്തിന് കിക്ക് ഓഫ് ആവുന്നു. വയനാട് സ്റ്റേഡിയം മഞ്ചേരിയിൽ പന്തുരുളുന്ന പോലെ തന്നെ ആവേശവും ഉരുളുന്നു. ഫുൾ ബാക്കുകളിൽ ഒന്ന് സാലിമിലേക്ക് വീണ്ടും നല്ലൊരു ടച്ച്, വളരെ നല്ലൊരു ഫൈൻ ടച്ച് വഴി പന്തുമായി എന്തായാലും ഗോൾഡൻ ത്രെഡ്സ് FC ലോങ് റേഞ്ചർ ഗോൾ കീപ്പറിലേക്ക് നീണ്ടും. ആൻഡ് ഗോൾഡൻ ത്രെഡ്സ് FC മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. 2022 ഏപ്രിൽ 10-ാം തീയതി അവരെന്താണോ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കാണിച്ചത് അത് അതേപോലെ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്. മത്സരത്തിന്റെ 46-ാം മിനിറ്റിൽ രണ്ടാമത് ഗോൾ താഴേക്ക് ഇട്ടാൽ ഈ ഒരു മത്സരത്തില് ഓൾമോസ്റ്റ് ഗോൾഡൻ ത്രെഡ്സിനെതിരെ അതിലേക്ക് എന്തായാലും മടങ്ങി വരാം. നല്ലൊരു മുന്നേറ്റമാണ് അവിടെ പെനാൽറ്റി ഏരിയയിലേക്ക് നടത്തിയത് ഗോൾഡൻ ത്രെഡ്സ് FCക്കെതിരെ. KSCB ഷെയ്ൻ ഖാനിലേക്ക് കൊടുക്കുന്നു. ഷെയ്ൻ ഖാൻ ടു ജെറിറ്റോ, റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് ഹാഫ് സ്പേസിലേക്ക് നല്ലൊരു റണ്ണിന് വേണ്ടിയുള്ള ഒരു പന്താക്കി അതിനെ മാറ്റുന്നു. കരുൺ ബേബി അതൊരു മയേസ് പാസ്സാക്കി നേരെ പുറകിലെ താരത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഒരു ഓവർഹെഡ് നല്ല ഡെലിവറി. പെനാൽറ്റി ഏരിയയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ആൻഡ് KSCB ഇൻസൈഡ്. അവസാന മൊമെന്റുകളിൽ ഒരു സമനില ഗോൾ കണ്ടെത്തിക്കൊണ്ട് KSCB മധുര മനോഹരമായ തിരിച്ചുവരവാണ്. ആൻഡ് ഗിഫ്റ്റ് ഈസി ഗ്രേഷ്യസ് അവരുടെ സ്വർണപുത്രൻ സ്വർണ പാതകങ്ങളുമായി ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. 2 ഗോളുകൾ ഓരോ ടീമുകളും സ്കോർ ചെയ്തിരിക്കുന്നു. അതിൽ 2 ഗോളുകളും തട്ട് തകർപ്പൻ ഗോളുകൾ എന്ന് പറയാം. 2 പേരുടെ ഭാഗത്തു നിന്ന് ആകെ 4 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ഫുൾ ടൈം വയനാട് സ്റ്റേഡിയം മഞ്ചേരി അതീവ നിർണായകമായ ഒരു മത്സരത്തിൽ KSCB ഗോൾഡൻ ത്രെഡ്സ് 2-2 എന്ന നിലയിൽ തന്നെ മത്സരം അവസാനിപ്പിക്കുന്നു. അതോടുകൂടി തന്നെ ഗോൾഡൻ ത്രെഡ്സിന്റെ മുന്നിലേക്കുള്ള ചൈത്രയാത്ര ഇവിടെ അവസാനിക്കുന്നു വിത്ത് 24 പോയിന്റ്സ്.